അമ്മയും കണ്ട് മസാല ദോശ വാങ്ങിച്ചോണ്ട് പെട്ടെന്ന് ഇങ്ങനെ വരാം. ഓ ആ നിത്യകുട്ടിയോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. നിത്യമോളെ തുങ്കിടു. ആ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നോക്കറിയാവല്ലോ. എന്റെ അമ്മ നിനക്കൊരു ബ്ലാക്ക് വാറന്റ് തന്നിട്ടാണല്ലോ പോയത്. മരണ വാറന്റ്. അപ്പോ ശരത്തേട്ടൻ പോയി അമ്മയെ കണ്ട അനുഗ്രഹമൊക്കെ വാങ്ങി മുത്തശ്ശിക്കൊരു മസാല ദോശയും വാങ്ങി പെട്ടെന്നിങ്ങി വരാം. അതുവരെ ഈ ഭൂമിയിൽ കാണാനുള്ള സ്വപ്നങ്ങളൊക്കെ മോള് കണ്ടു തീർന്നു. പിന്നെ മോള് കണ്ണു തുറക്കുന്നത് അങ്ങ് സ്വർഗത്തിലെ. പോട്ടെ. അല്ലല്ല പോയിട്ട് വരാവേ. അയ്യോ എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം മുത്തശ്ശി. പെട്ടെന്ന് വരാം. നിത്യക്കുട്ടിയെ നോക്കിക്കോണേ. ഓ നോക്കിക്കോളാം. ഊണിലും ഉറക്കത്തിലും നിത്യക്കുട്ടി. മോൻ പോയിട്ട് വാ. അതെ സൂക്ഷിച്ചു പോണേ. ശരി. എങ്ങനെയുണ്ട് പട്ടാളം സാറേ ഒരുക്കങ്ങളൊക്കെ? നമ്മള് ഇങ്ങനെ ആദരിച്ച പോരെ ആത്മാവിനെ? എന്റെ വീട്ടിൽ എന്റെ മകള് കൂടെ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്കിത്തരം ഷോകളിലൊന്നും വലിയ താല്പര്യമില്ല. ആ ഷോയുടെ മുന്നിലേ ഒരു മൃഗത്തിന്റെ പേരൂടെ ഉണ്ടായിരുന്നു. അച്ഛനത് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. യജമാനെ കാണുമ്പോ വാലാട്ടുന്ന മൃഗമല്ലേ. നല്ല അനുസരണയുള്ള ഒബീഡിയന്റ് കമ്പാനിയൻ. അതുകൊണ്ട് കുഴപ്പമില്ല. സിദ്ധുമോനെ, മോന്റെ സുധിയേട്ടനെ നമ്മളങ്ങ് പൂക്കൾ കൊണ്ടങ്ങ് മൂടുകയാണ്. കണ്ടില്ലേ പൂക്കൾ വച്ചിരിക്കുന്നത്? വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം പുഷ്പാർച്ചന നടത്താം. ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാ. അല്ല, ഇത്രയും വലിയൊരു ചടങ്ങ് നടത്തി സുധി ആദരിക്കുന്ന എന്തിനാ? അത് വേണം, അതിന് ആവശ്യമുണ്ടെന്നേ. നല്ലത് ചെയ്ത് നന്മ ചെയ്ത് ആകാശത്തൊരു നക്ഷത്രമായി നിൽക്കുന്ന മഹാനുഭാവനെ നമ്മൾ ആദരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം. ഇത് കുറഞ്ഞു പോയെന്ന എന്റെ സംശയം. ആദരം മനസ്സിലാ വേണ്ടത്, അല്ലാതെ പ്രകടനങ്ങളിലല്ല. അളിയൻ ഭയങ്കര തമാശക്കാരനാ കേട്ടോ. അതുകൊണ്ടെന്താ അളിയന്റെ ജീവിതവും ആകെ തമാശയാ. അല്ലേ അളിയാ? അല്ല ചന്ദ്രമുള്ളോടെയാ? ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ.
ചന്ദ്രമോള് മുറിയിലുണ്ട്, ഒരുങ്ങുവാ. ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിയെന്നല്ലേ നീ കുറച്ചു നേരത്തെ പറഞ്ഞത്? അവസാന ഘട്ട മിനുക്കുപണിയായിരിക്കും. ആ എന്റെ മോള് ഒരു രാജകുമാരിയെ പോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ ഇത് അവനല്ലേ ആ പരുന്ത് പപ്പൻ? അവന്റെ കൂടെ ഉള്ളവനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ ജൂറി സെക്ഷനിലൊക്കെ വന്ന് അത്യാവശ്യം തരികിട കാണിച്ചിട്ടുള്ളവനാ. അവർക്ക് ഇവിടെ എന്താ കാര്യം? അവരെന്റെ പരിചയക്കാരാ. ഞാൻ വിളിച്ചിട്ട് തന്നെയാ അവര് വന്നത്. പിന്നെ നിരഞ്ജൻ സാറും പറഞ്ഞു സാറിനിന്ന് വരാൻ അസൗകര്യമുണ്ടെന്ന്. ഓ അപ്പോ ഡോക്ടർ നിരഞ്ജന്റെ നോമിനികൾ. പിടിച്ചോരിക്കാരും കൊള്ളക്കാരും ഒക്കെയാ. കൊള്ളാലോ. അവരെ തെറ്റിന്റെ വഴിയിൽ നിന്ന് ഇപ്പൊ മാറി സഞ്ചരിക്കുക. ഇവൻ അവരെ മാനസാന്തരപ്പെടുത്തി കുമ്പസാരിപ്പിച്ചെടുത്തിരിക്കുക. അല്ലട മോനെ? നിനക്കൊക്കെ എന്നെ അറിയാവോടാ? DYSP നടേശൻ സാറിനെ പിന്നെ ആർക്കാ അറിയാത്തത്? ആ കോഴ നടേശ് എന്നല്ലേ സാറേ സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെട്ടിരുന്നത്? ഉപ്പിയും കോഴിക്കാലും കോഴയും. ആ എന്റെ മക്കളെ